നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ആണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ 2-3 ക്ലയൻറ്റിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ചാനലിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി ഒരെണ്ണം ഓക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വിളിക്കും. ഞാനത് പറഞ്ഞു, ഇങ്ങനെ ഇത് റെക്കോർഡിങ് ചെയ്യാം ഈ സമയത്ത്. അപ്പോൾ അവരെ കോൾ വരും. അപ്പോൾ നമുക്കത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇതിനകത്ത് കേൾപ്പിക്കാം. ഇത് ആളുകളുടെ ഒരു എക്സ്പീരിയൻസുകൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഇത് അത് താല്പര്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ നിങ്ങൾ കമൻറ്റുകളിൽ പലരും പറയുകയും എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെയും പ്രൈവസി വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എനിക്കതിനോടൊരു താല്പര്യമില്ലാത്തത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇങ്ങനെയും സംഭവിക്കാം എന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലെവലിൽ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. പക്ഷേ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് വേറെ ആയിരിക്കുള്ളൂ. ഒറിജിനൽ പേരോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് അത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേൾപ്പിച്ച് തരാം എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഹിന്ദിയാണ്, അവർ ഹിന്ദി ഇംഗ്ലീഷുമാണ് അവരുടെ ഭാഷ. പഞ്ചാബിയാണ്, അത് പഞ്ചാബി അറിയാം. പക്ഷേ ഹിന്ദിയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇവരുടെ ഒരു വീഡിയോ, ഇവരെ പറ്റിയുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചാബിയുടെ ദുരന്തകഥ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. ആളാണ് ഈ കക്ഷി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേരെ കണ്ടിട്ടില്ല വീഡിയോ, അധികം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന ആ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പറയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കേൾക്കാം എന്താണ് അവർ പറയുന്നതെന്നുള്ളത്. അവരുടെ ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അവരാരായിരുന്നു എന്തായിരുന്നു എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നല്ല റിച്ച് ഫാമിലിയാണ്, ഭയങ്കര പൈസയുള്ള ആൾക്കാരാണ്. ഗാർമെൻറ്റ് എക്സ്പോർട്ടറായിരുന്നു ഫാദർ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിലൂടെ കംപ്ലീറ്റ് അവരുടെ ബിസിനസ് തകർത്ത് കളഞ്ഞാണ് ഒരാൾ. അങ്ങനെ താഴേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിന് നല്ല കഴിവുള്ളൊരു, വളരെ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. അത്യാവശ്യം നല്ല സിനിമാ താരങ്ങളായിട്ട് ബന്ധമൊക്കെ ഉള്ള ധർമ്മേന്ദ്ര, ശത്രുഘ്നൻ സിൻഹ അതുപോലുള്ള വ്യക്തികളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു, അത്രയും ഹൈ കോണ്ടാക്ട്സ് ഉള്ള ആളായിരുന്നു ഇവരുടെ ഫാദർ. അപ്പോൾ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു ആളാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളുടെ വീഡിയോ ചാനലിൽ ഇടാൻ പറഞ്ഞപ്പോൾ അവർ അപ്പം തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസാണ് എനിക്കും. കാരണം എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. അതാണ് അവരുടെ ലൈഫ്. ഇപ്പോൾ ഒരു നല്ല ഏജ് ആയിട്ടുണ്ട്, പക്ഷേ ഒരു ലൈഫ് എന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ലൈഫ് അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം കിട്ടാനായിട്ട് മറ്റുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കർമ്മയായിരിക്കാം, ഇപ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മകളുടെ ഭാഗമായിട്ടായിരിക്കാം അവർക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഹൈ ലക്ഷറിയിലാണ് അവർ ജീവിക്കുന്നത്. അതല്ലാണ്ട് എന്നിരുന്നാലും പൈസ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അൾട്ടിമേറ്റ് നമ്മുടെ സന്തോഷം, സമാധാനം, ലവ്, അതിൽ മുങ്ങി കുളിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ അനുഭവം. കാരണം പണം മാത്രം ഉണ്ടായിട്ട് ഒന്നുമില്ല, ഒരു കാര്യമില്ല. പണം വേണ്ടെന്നല്ല, വേണം. പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതൽ വന്നാലും നമുക്ക് പ്രശ്നമുണ്ട്. അമിതമായ ചിന്തകൾ വരും, നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. മിതമായ നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ ഇത് വരിക. അതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെല്ലാവർക്കും എത്ര കിട്ടിയാലും നമുക്ക് പോരാന്നുള്ള ചിന്തയല്ലേ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആഗ്രഹങ്ങൾ കൂടും. ശ്രീബുദ്ധൻ പറഞ്ഞ പോലെ ആഗ്രഹമാണ് മനുഷ്യൻ്റെ ശത്രു, അല്ലേ? അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവരുടെ കോള് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാമത് വരാം. അവർ കോൾ ചെയ്യുമ്പോൾ രണ്ടാമത് വരാം. ഇനി അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഡൽഹിയിലുള്ള നമ്മളുടെ ക്ലയൻറ്റ് ലക്ഷ്മിജി നമ്മളോടൊപ്പം ലൈനിലുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഹീലിംഗ് അനുഭവങ്ങൾ, അതിനെപ്പറ്റി ചോദിക്കാം. നമസ്തേ ലക്ഷ്മി ജി. नमस्ते सुधीर जी.
ओके, आप ज़रा आपके बारे में थोड़ा बताइए, आप किधर है? जी, मैं दिल्ली से कॉल कर रही हूँ और दिल्ली में रहती हूँ। एक्चुअली आज मैं अपने एक्सपीरियंस के बारे में थोड़ा शेयर करना चाहती हूँ। ज़रूर, ज़रूर। तो मेरी मुलाकात आपसे हुई क्योंकि मैं एक बहुत मुश्किल टाइम से निकल रही थी। अ, मेरी फैमिली में ही बड़ा दुःख के साथ मुझे बताना पड़ रहा है कि मेरी फैमिली से ही कोई लोग हैं ऐसे, मेरा छोटी बहन है, जिन्होंने मेरे ऊपर बहुत ब्लैक मैजिक किया है, करवाया है। और सिर्फ़ आपकी ही विज़न से, आपकी ही हीलिंग से, आपकी फ्यूचर देखने का शक्ति से ही मुझे काफ़ी आराम मिला और मैं इस चीज़ से बाहर निकल पाई। अभी भी ख़ैर उनका पढ़ना बंद नहीं हुआ है, लेकिन टाइम टू टाइम आपका हेल्प मिलता रहता है, तो उससे मेरे को अभी मैं काफ़ी बेटर हूँ। अ, और मैं तो सबको यही बताना भी चाहूँगी कि मेरे ख़्याल से इंसान को अपना प्राइवेट लाइफ़ के बारे में, वो किससे हीलिंग कराते हैं, वो किसके साथ हैं, क्या करते हैं, इस बारे में ज़्यादा इन्फॉर्मेशन नहीं देना चाहिए। क्योंकि ये कभी-कभी बैकफ़ायर करता है, उल्टा पड़ता है हमारे ऊपर और उसकी वज़ह से वो लोग भी परेशानी में आ सकते हैं जो हमारी हेल्प कर रहे हैं। यस, ज़रूर, ज़रूर। इसलिए एक मिनट, तो मैंने ये ट्रांसलेशन अभी मलयालम में करेगा मेरा व्यूअर्स के लिए। एक हुँ, मिनट ज़रा जी, जी, ഹോൾഡ് കരോ. जी। നമ്മുടെ ലക്ഷ്മി ജി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡൽഹിയിലാണ് ഉള്ളത്. അവർ വളരെ വിഷകരമായിട്ടുള്ള കുറേ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്ത്, ഇന്ന അവരുടെ ഒരു ഇളയ സഹോദരിയാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. സ്വത്തിന് വേണ്ടിയിട്ട്, പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പൈസ. അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർക്കത് വിശ്വാസമായില്ല കേട്ടോ. പിന്നീട് ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു, ഇന്നതാണ് സംഗതി എന്ന്. അതിനുശേഷമാണ് അവർക്കത് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനെപ്പറ്റിയൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ അത് മനസ്സിലാക്കുകയും പിന്നെ പല പല സമയങ്ങളിലും നമ്മളത് രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ലക്ഷ്മിജി പറയുന്ന വേറൊരു കാര്യം, നിങ്ങളൊരാൾ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഒരാൾ നിങ്ങളെ സേവ് ചെയ്യാൻ വന്നാൽ ഒരിക്കലും അയാളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ വേറെ ആൾക്കാരോട് പറയരുതെന്നാണ് പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് എതിരായിട്ട് കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കുകയും അവരത് നിങ്ങൾക്ക് തിരിച്ച് ആ സഹായിക്കുന്നവനെ കൂടി ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ആക്ച്വലി അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ठीक है, अभी यू कैन कंटिन्यू, बताइए. हाँ, तो सारा प्रॉब्लम तो एंसेस्ट्रल प्रॉपर्टी और पैसे को लेकर ही लड़ाई और झगड़ा है। ऐसे तो कोई झगड़ा नहीं है इसके अलावा। लेकिन अभी तो पता है कि गलत करने वालों के साथ तो गलत ही होता है, लेकिन दुनिया फिर भी मानती नहीं है इस बात को या और या 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 उनको लगता है एक्चुअली कि या एक्चुअली आपका जो घर से मुझे याद है, आपका पूजा रूम से एक चीज़ आपने निकाला ना, 2 टाइम्स कुछ हाँ जी, एक्चुअली उसके. क्या हुआ वो आपका ही विज़न था जो मेरा तबीयत बहुत ख़राब होने लग गया और रहने लग गया उस कमरे में और मैंने आपसे बार-बार रिक्वेस्ट करा और पूछा कि आप मुझे बताइए कि कुछ तो गड़बड़ है, वो क्या है? तो आपने बताया कि यहाँ पे पूजा रूम में उन्होंने कुछ स्टोन ऐसा कुछ चीज़ रखवाया था या रखा था खुद, मेटल का. जिसकी वज़ह से मेरा तबीयत हाँ, मेटल का मेरा तबीयत बहुत ख़राब होने लगा उससे। तो फिर आपने उसको आइडेंटिफ़ाई किया और हमने उसको बाहर फेंका, जिसकी वज़ह से मेरा तबीयत बेटर हो गया। और ऐसे ही उन्होंने कुछ और भी चीज़ कहीं रखा था, वो भी हमने ढूँढ लिया आपका हेल्प से, वॉशरूम में, आपका विज़न मुझे से। याद है आपका वॉशरूम में, ठीक है ना? जी, जी, जी। जी, बिल्कुल। तो वो वही तो मैं कहती हूँ कि आपका हेल्प से ही ये संभव हो पाया, नहीं तो बहुत और भी ज़्यादा मेरा तबीयत खराब हो जाता। वो तो है. जी। उस समय देखो, आपने जो मेटल का वो चीज़ है ना, आपने निकाला, वो पूजा टेबल के नीचे नीचे वाला एक ड्रॉयर से, ऐसा ना, याद है मुझे. जी, 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 बिल्कुल हाँ, उस समय पूजा वो टेबल से। चीज़ आपने आपके हाथ में आ गया ना, उस समय जी। आपका जो फीलिंग कैसा था? एक्चुअली उस वक़्त जब जब तक वो नहीं मिला था, तब तक मेरा तबीयत बहुत ज़्यादा ख़राब था। रोज़ मुझे ऐसा वॉमिटिंग जैसा आ रहा था, मेरा सर दर्द कर रहा था, चक्कर आ रहा था
और मेरा इतना बॉडी में पेन था, पता नहीं उन्होंने क्या किया था उसकी वजह से। तो उतना तबीयत खराब होने की वजह से मुझे लग रहा है कि फिर हमने जब उसको आइडेंटिफाई किया और पूरा जब मैंने हाथ में ले लिया तो मेरा पूरा बॉडी में शिवरिंग हो गया। शिवरिंग, तो यस। उसके बाद हमने उसको, आपने बताया कैसे उसको मुझे डिस्पोज ऑफ करना है, दूर फेंकना है, और उसके बाद जाके कहीं मेरा तबीयत इमीडिएटली बेटर बेटर होने हो लग गया, गया। या। तो दिस इज़ वन एग्जाम्पल। एक मिनट में मलयालम में വ്യൂവേഴ്സ് के लिए कुछ जी बोल रहे। जी तो जी അബി സോറി, ലക്ഷ്മിജി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആ ഒരു വീടിൻ്റെ അകത്തുനിന്ന്, ബാത്റൂമിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ പൂജാ ടേബിളിൻ്റെ അടിയിൽ നിന്നും അവർക്ക് കുറച്ച് മെറ്റലിൻ്റെ കഷ്ണങ്ങൾ, ഒരെണ്ണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വാഷർ പോലത്തെ സാധനമായിരുന്നു, ഒരെണ്ണം ഒരു മെറ്റലിൻ്റെ ഒരു സോളിഡായിട്ടുള്ള പീസ്, ഒരു അങ്ങനത്തെ ഒരു പീസായിരുന്നു, മെറ്റലിലാണ് അത് ചെയ്തിരിക്കുന്നത് മാന്ത്രികം. അപ്പോൾ ഇതെടുത്ത് ഇവർ കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യം ശരിയായി എന്നുള്ളതാണ്. അതുവരെ ഭയങ്കര സിക്കായിട്ട് മരുന്നൊക്കെ കഴിച്ച് ഡോക്ടറെ അടുത്ത് പോയിട്ട് അസുഖങ്ങളൊന്നും മാറാത്തൊരു സിറ്റുവേഷനിലാണ് എൻ്റെ അടുത്ത് പിന്നെയും പല പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ഞാനത് നോക്കി കണ്ടുപിടിച്ച് കൊടുത്തത്. പക്ഷേ ഞാൻ നേരത്തേക്ക് അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് റീഡിങ് ചെയ്യണ പണി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ റീഡിങ് ചെയ്യാൻ വരരുത്, ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് അതിനുള്ള എനർജി എനിക്കിപ്പോൾ ഇല്ല. നേരത്തെ എനിക്ക് തിരക്ക് കുറഞ്ഞ സമയത്തായിരുന്നു ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ക്ലയൻസ് അന്ന് കുറവായിരുന്നു എനിക്ക്. ഇവർ ഞാനുമായിട്ടൊരു 5 हमारा बीच में कितना साल का अभी रिश्ता है, मीन्स 5 ऑलरेडी 5 years हो 5 चुका ഇയേഴ്സ് हो है गया. अभी ആ इस യാ वक्त। യാ യാ ആ जी 5 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരുപാട് ഹെൽപ്പുകൾ ഞാൻ ചെയ്തിട്ടുള്ള ആളും കൂടിയാണ്. എന്നെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വൺസ്. एक बार आपने यहाँ आया ना मुझे मिलने के लिए. जी जी बिल्कुल आ गया मैं वहाँ। मैं आपको मिलने के लिए वहाँ आ गई, और वो भी आपने मेरे को कितना लुक आफ्टर किया। थैंक यू सो मच, आपने कितना ध्यान रखा। वो तो हम पूरा फैमिली से मुझे मिलवाया, सबने मुझे बहुत प्यार दिया। एक्चुअली मैं थैंक तो यू ऐसा सो आदमी है, सब लोगों का ख्याल करता है. वो तो ऐसा है. जी जी आपने कितना इतना मुझे लंच डिनर कितना खिलाया। ओ माय गॉड, बहुत लुक आफ्टर किया आपने। हमने एक साथ गुरुवायूर टेम्पल में भी गया था, आई थिंक. जी गुरुद्वारा टेम्पल में भी गया दर्शन करने के लिए। हाँ, आपका पूरा फैमिली के साथ या वो भी कितना दे वाज सो काइंड, वो सब साथ चल पड़े, इतना अच्छा एक्सपीरियंस था। तो अभी अभी आपका लाइफ कैसा चल रहा है, मीन्स वो बहन का वो त्रटन अभी भी है, आई नो. हाँ, वो खत्म नहीं हो गया है, और उनको जब भी मौका मिलता है मुझे लगता है वो अभी भी करती है। तो टाइम टू टाइम उसके लिए तो सेफ्टी मेजर तो कुछ ऐसा नहीं कर सकते कि जो परमानेंट होगा, लेकिन हाँ आई नो आप हैं साथ में तो सब ठीक हो जाता है कुछ समय के बाद। ऑफ हीलिंग लेना बहुत जरूरी है उसके लिए। कुछ प्रोटेक्टिव मेजर्स आपने मुझे एक्सप्लेन किया है, तो उसको भी मैं फॉलो करती हूँ। एक्चुअली हो हमारा जो सेफ्टी के लिए हमें थोड़ा काम खुद करना है, जॉब करना है प्रोटेक्शन के लिए. जी जी समटाइम्स मंदिर में जाके बैठना हाँ चाहिए. हाँ तो वो आप वो मैं यू करती नो एवरीथिंग. अभी अभी हूँ। या सब कुछ आपने सीखा है यहाँ से. तो महाकाली विल प्रोटेक्ट यू, आई नो अबाउट आई दैट. नो। हाँ, बहुत बेटर है अभी तो मैं बहुत बेटर हूँ। और कुछ थोड़ा जब शुरू में ऐसा कुछ अनएक्सपेक्टेड होता है तो इंसान मेंटली प्रिपेयर्ड नहीं होता है, उसे पता नहीं होता है, वो या काफी शॉक में हो जाता है, हार्ट ब्रोकन हो जाता है। लेकिन इतना टाइम जाते जाते थोड़ा उसको समझ में आता है कि यू हैव टू फाइट इट आउट, एंड आपको जीतना भी है और अपने आप को प्रोटेक्ट भी करना है, और किसी दूसरे को नुकसान भी नहीं पहुंचाना है। बिकॉज हम कोई कर्मा बनाने में यकीन नहीं रखते हैं, तो हम किसी को कुछ भी नेगेटिव नहीं करेंगे कभी भी। या बट वी हैव टू प्रोटेक्ट आवरसेल्व्स ऑफ യെസ്, कोर्स। ദാറ്റ്സ് എ പോയിന്റ്. എക് മിനിറ്റ്. जी ലക്ഷ്മിജി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ, വളരെ മോശമായ എക്സ്പീരിയൻസുകൾ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കർമ്മയൊന്നും ഉണ്ടാക്കാതെ തിരിച്ച് അങ്ങോട്ടേക്ക് ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ മാത്രം എടുത്തിട്ട് പോകുക എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങളോട് ചോദിക്കുമായിരുന്നു, തിരിച്ച് ഉപദ്രവിക്കാൻ. ഞാൻ പറയുന്നത് അതിൽ ആ വിദ്യ എൻ്റെ ഇല്ല. പക്ഷേ നമ്മളെ സേഫ്റ്റി, നമ്മൾ രക്ഷിക്കാനുള്ള വിദ്യകൾ നമുക്കറിയാം. അത് ദേവി നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്ത് പോവുക. നമ്മൾ കർമ്മം ഒരിക്കലും ഉണ്ടാക്കരുത്. അതാണ് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം. അപ്പോൾ അവരത് ഇങ്ങോട്ടേക്ക് പറയുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ട് അവർ കൃത്യമായിട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു 5 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ക്ലൈൻ്റാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഇത് വലിയൊരു ഫാമിലിയിലാണ്, നല്ലൊരു റിച്ച് ഫാമിലി, റോയൽ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതേപോലുള്ള ഒരു പൈസയുടെ ഒരു
അത്യാഗ്രഹം അത് എല്ലാവരിലും ഉണ്ട്. ചെറിയ ആൾക്കാരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഈ പൈസയുടെ അത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമാണ് ഇവരുടെ കേസ്. അപ്പോൾ ഇതേപോലെ 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഇതേപോലെ വന്ന് ഒരു ഓഡിയോയിൽ നമുക്ക് പറയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതുപോലെ വന്ന് പറയാം. ഞാനത് ഇവിടെ നമുക്ക് ചാനലിൽ പറയാവുന്നതാണ്. सो आपका अभी लाइफ अभी भी थोड़ा प्रॉब्लम में है, आई नो दैट, लेकिन काली का जो प्रोटेक्शन आपको मिलेगा, आप काली का याद करना चाहिए. हमारा सब जो सेक्शन करने के बाद है ना, जी काली माँ है ना प्रोटेक्ट करेगा आपको, सब लोगों को प्रोटेक्ट जी करेगा. जी 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 When you बिल्कुल think about Kali Ma, वो just chant the name of Kali, just Kali, हाँ महाकाली, कहाँ महाकाली, ऐसा chant करो तो काली आ जाएगा आपके पास. There is no doubt. जी 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 तो आपको एक्सपीरियंस है ना ये? जी बिल्कुल है। और बहुत बार मैंने एक्सपीरियंस किया है कि काली ने भी बहुत बार मेरे को ब्लेस किया है और वो खुद आ गई यहाँ मुझे ब्लेस करने के लिए। Yeah. आपने उनसे रिक्वेस्ट किया तो वो खुद आ गई यहाँ, शी केम टू ब्लेस मी। और उन्होंने बहुत सारे टाइम्स में मुझे प्रोटेक्शन दिया है टू प्रोटेक्ट मी फ्रॉम ऑल द नेगेटिविटी। ऑफ कोर्स थोड़ा बहुत तबीयत तो खराब हुआ है मेरा, लेकिन कुछ भी ऐसा मेजर नहीं हो गया। उन्होंने इतना प्रोटेक्शन दिया है कि Yeah. कुछ मेजर चीज होने से बच गया है अभी मैं, है ना? That is the important thing. Actually आपको जो आई विल शेयर इट हियर, आपका पिताजी को दोनों को मारने के लिए भी उन्होंने इतना बुरा ब्लैक मैजिक आपके ऊपर किया है, यू नो दैट. हाँ, वो आपका मैं बताना फादर का, चाहूंगी हाँ, कि मेरे पेरेंट्स के ऊपर, मेरे मदर के ऊपर, फादर के ऊपर और मेरे ऊपर भी। तो पता नहीं इंसान के दिमाग को क्या हो जाता है कि उसको कितना लालच, कितना यस, ग्रीड आ जाता है ओनली फॉर कि मनी. उसको सब कुछ, ओनली फॉर मनी, कि उसको सब कुछ अपने लिए चाहिए। तुम किसी को मार नहीं सकते जब तक भगवान की मर्जी नहीं होगी, और अगर शिव जी का इच्छा नहीं होगा तो कैसे मर सकता है वो। या लेकिन लेकिन एक बात है, मरना ही होता है, लेकिन हमारा जो हालत, हमारा जो हाँ, वो बोल, कंडीशन बहुत खराब हो जाता है। या उसके लिए मुझे काली ने आपको हमारी लाइफ में भेज दिया, हम सबके लिए प्रोटेक्ट करने के लिए, पेरेंट्स को भी और मुझको भी। और आपने तो बहुत इतना इतना ज्यादा पूरा 1 साल हमें सिर्फ प्रोटेक्शन में लगा दिया आपने, और इतना ज्यादा हमारे ऊपर ब्लेसिंग करवाया है देवी को बोल के कि वो हमें इतना ज्यादा फील होता है हर मोमेंट हमारे लाइफ के कि हमारे पास काली आई है, खुद अपने आप रेस करा है उन्होंने हमारी फैमिली को आके, उन्होंने प्रोटेक्ट भी किया है, लव भी दिया है, और हमें गाइड भी किया है कि आगे क्या करना है। very good. And anyway, you are blessed by Kali. I know Yes. that. Yeah. Anyway, thank you very much. ये इतना ओपनली आपने अपना एक्सपीरियंस हमारे लिए, हमारा व्यूअर्स के लिए भी बताया है, उसके लिए धन्यवाद. जी बहुत बहुत धन्यवाद। देवी आपका रक्षा नमस्कार। करेगा जरूर. जी ठीक है, नमस्कार। ठीक है. बाद में दूसरा एक प्रॉब्लम के बारे में आप मुझे एक और बार बताइए उसके बारे में. दूसरा एक मौके के लिए आपका जो दूसरा एक एक्सपीरियंस है ना, वो भी नेक्स्ट एपिसोड में आप बता दीजिए. ठीक है. जी, जी, Thank you. जरूर, जरूर। Thank you Okay जी, so much. thank I you will so call much. you Thank later. you. God bless. Okay जी. ബൈ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ കേട്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആദ്യമായിട്ടൊരാൾ ഇതേപോലെ എൻ്റെ അടുത്ത്, നമ്മൾ മലയാളികളല്ല എന്ന് പറഞ്ഞു, ഒരു നോർത്ത് ഇന്ത്യക്കാരത്തിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നത്. അവരാണ് ഒരു ഇൻ്റർവ്യൂ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് സേഫാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നുകൂടെ പറയണില്ല, അവരുടെ പേര് ഞാൻ പറഞ്ഞത് വേറെയാണ്, അവരുടെ പേര് അതല്ല, ലക്ഷ്മിജി എന്നല്ല അവരുടെ പേര്, വേറെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലാത്ത ആളായതുകൊണ്ട് അവർക്കത് പ്രോബ്ലമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ സേഫായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ താല്പര്യമുണ്ട്, വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ. ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകൾ, ഓരോരോ ആളുകളുടെ എക്സ്പീരിയൻസുകൾ, അത് നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തായാലും അടുത്ത ഒരാൾ വരുമ്പോൾ അയാളുടെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.